ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, കത്വേ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള ക്രിക്കറ്റിനെ പരിപോഷിപ്പിച്ച വയനാടൻ ക്രിക്കറ്റിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ഒരു മഹൽ വ്യക്തിയോടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വയനാട്ടിൽ ക്രിക്കറ്റ് പ്രചുരപ്രചാരമാക്കിയതിൻ്റെ നിദാന ശക്തിയായ അദ്ദേഹം അഡ്വക്കേറ്റ് ശ്രീ ടി.ആർ. ബാലകൃഷ്ണൻ. അദ്ദേഹമായിരുന്നു ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആദ്യകാലത്തെ ഇവിടുത്തെ ശില്പി. കൂടാതെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ 6 വർഷം പ്രസിഡൻ്റായിരിക്കുകയും അതിനു മുൻപ് 8 വർഷം വൈസ് പ്രസിഡൻ്റായിരിക്കുകയും തുടർന്ന് 4 വർഷം ട്രഷറായും സേവനമനുഷ്ഠിച്ച മഹത് വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൻ്റെ ഉപജ്ഞാതാവും അത് കൊണ്ടുവരാൻ ദീർഘനാളത്തെ പരിശ്രമം നടത്തിയ മഹത് വ്യക്തി. നമുക്ക് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം, അതായത് വയനാട്ടിലെ പ്രഗത്ഭമായ ഈ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം എത്തരത്തിലാണ് രൂപം കൊണ്ടത് എന്നതും അതിൻ്റെ വികാസ പരിണാമങ്ങളും ഇവിടെ നിന്ന അന്താരാഷ്ട്ര മത്സരങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ കൊത്വയുടെ ക്യാമറ നമുക്ക് അദ്ദേഹത്തിലേക്ക് തിരിക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം. 1970 കാലഘട്ടങ്ങളിൽ ഞാൻ പാലക്കാടായിരുന്നു സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ക്രിക്കറ്റിൽ വലിയ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ക്രിക്കറ്റ് കൊണ്ട് നശിച്ചു പോകും പറഞ്ഞിട്ടാണ് എൻ്റെ പാലക്കാട് നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. എൻ്റെ ഫാദർ ഇന്നത്തേനും ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഇവിടെ ക്രിക്കറ്റ് ഇല്ല. അങ്ങനെ വയനാട് ഒരു പ്ലാന്റേഴ്സ് ടീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കോളേജിൽ വന്ന് കുറേ ലെക്ചർമാർ, അവരും ചെറുപ്പക്കാരാണ്, അവരെയൊക്കെ സംഘടിപ്പിച്ച് പിന്നെ ഫുട്ബോൾ കളിക്കാരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു ടീമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ സെൻറ്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടുകളിൽ ഞങ്ങൾ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ആ കാലഘട്ടത്തിൽ നല്ലൊരു ഫേസ് ബോളർ എന്ന നിലയ്ക്ക് ഫേസ് ചെയ്യാൻ ആർക്കും ധൈര്യമില്ല. അങ്ങനെ എൻ്റെ ബൗളിംഗ് സ്പിന്നിലേക്ക് മാറ്റേണ്ടി വന്നു. അതിനുശേഷം ഉണ്ടായത് വയനാട്ടിലെ ചരിത്രങ്ങളാണ്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന കുര്യാക്കോസ് പോലും അന്ന് ക്രിക്കറ്റ് ഞങ്ങളുടെ കൂടെ കളിച്ച് എനിക്കിന്നും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ തലയ്ക്കൊരു ബോൾ കൊണ്ട ശേഷമാണ് അദ്ദേഹം ക്രിക്കറ്റ് പരോക്ഷമായി കളി നിർത്തിയത്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അന്നൊരു മാറ്റിട്ടുള്ളൊരു കളിയാണ്. ഇതേമാതിരി ഭൗതികമായിട്ട് യാതൊരു സാഹചര്യവുമില്ല. അന്ന് കോഴിക്കോട്ടിലേക്ക് ടീമുകൾ പോകുമ്പോൾ നമ്മളെ സെലക്ട് ചെയ്യില്ല. കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്നു. അങ്ങനെയാണ് 80കളിൽ വയനാട് ജില്ലാ അസോസിയേഷൻ ജില്ല വരുന്നതും. അതിൽ ആദ്യത്തെ അസോസിയേഷനിലൊന്നാണ് ക്രിക്കറ്റ് അസോസിയേഷൻ. ആ കാലഘട്ടം തൊട്ട് ചെറുപ്പത്തിൽ നമുക്ക് കിട്ടാത്ത ആനുകൂല്യങ്ങളൊക്കെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വരണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അത് ക്രിക്കറ്റ് അസോസിയേഷനിൽ ഞാനിപ്പോൾ 45 കൊല്ലമായിട്ടുള്ള സ്ഥിരം മെമ്പറായിരുന്നു. അതിൻ്റെ ഒരു 8 കൊല്ലം വൈസ് പ്രസിഡൻ്റായും അതുപോലെ 6 കൊല്ലം പ്രസിഡൻ്റായും 4 കൊല്ലം ട്രഷററായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. സീനിയോറിറ്റി വെച്ച് ഞങ്ങൾ വൈസ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന എസ്.കെ. നായരോട് ഞാനും നാസർ മച്ചാനും ജാഫർ സേട്ടും കൂടി നിർബന്ധിച്ച്, അങ്ങനെ ഞാനും നാസർ മച്ചാനും കൂടി അയാളുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കാണുകയും 1 കിലോ കാപ്പിക്കുരുവും 1 കിലോ മുളകുമായി പോയി അദ്ദേഹത്തിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാക്കി. അന്ന് കമ്മിറ്റ്മെൻ്റ് എന്താ പറഞ്ഞാൽ, അദ്ദേഹം ഗ്രൗണ്ടിലേക്കുള്ള സംവിധാനം ചെയ്തു തരും, വാങ്ങും. അത് ഗ്രൗണ്ടാക്കി മാറ്റണമെങ്കിൽ അന്ന് ഞങ്ങൾ പറഞ്ഞത് 10-20 ലക്ഷം റുപ്യ അത് ഞങ്ങൾ MP ഫണ്ട് MLA ഫണ്ടൊക്കെ ഉപയോഗിച്ച് തീർച്ചയായിട്ടും ഗ്രൗണ്ട് അവിടെ കൊണ്ടുവരും എന്നുള്ളൊരു MOU എഴുതി മേടിച്ച് ഒരു കമ്മിറ്റിയെ വെച്ചിട്ടാണ് ഈ ഗ്രൗണ്ട്, ഈ സ്ഥലം വന്ന് അത് മേടിക്കാനുള്ള തീരുമാനം KCL എടുക്കുന്നത്. അതിനു മുൻപേ നാസർ മച്ചാനാണ് ഒരു ദിവസം രാവിലെ സ്ഥലം കച്ചവടത്തിന് ഒരാൾ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഈ മനോഹരമായ ഗ്രൗണ്ടിൻ്റെ ലൊക്കേഷൻ കാണുകയും, സ്വാമി ഇത് നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഒന്ന് ഉപയോഗിച്ചാൽ എന്താണെന്നുള്ളൊരു ഐഡിയ പറയുകയും, അങ്ങനെയാണ് 2005 ഇതിൻ്റെ ഒരു ഐഡിയ വരുന്നതും. ആ കാലഘട്ടം തന്നെയാണ് ഞങ്ങളിത് സ്ഥലം കച്ചവടമാക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം 2006 എസ്.കെ. നായർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നപ്പോൾ അടുത്ത പ്രസിഡന്റായിട്ട് KCL എന്നെ തിരഞ്ഞെടുക്കുകയും പിന്നെ നമ്മുടെ KCA മെമ്പേഴ്സിൻ്റെ ഒക്കെ ആക്കം കഴിഞ്ഞ സപ്പോർട്ടുള്ളത് കൊണ്ട് ഈ ഗ്രൗണ്ട് KCA ഗ്രൗണ്ടായി ഇത്രയും മനോഹരമായ രീതിക്ക് മാറ്റുവാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ അന്ന് KCA BCCIയുടെ ഗ്രാൻഡ് ഉണ്ടായിരുന്നു എല്ലാ ഗ്രൗണ്ടുകൾക്കും. അതായത് നമ്മളുടെ പകുതി നമ്മൾ മുടക്കുമ്പോൾ പകുതി BCCI മുടക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രൗണ്ടുകളൊക്കെ വയനാട്ടിൽ ഞാനും TC മാത്യു സെക്രട്ടറി ആയിരുന്നപ്പോൾ തിരുവനന്തപുരത്ത്, അതുപോലെ ആലപ്പുഴയിൽ, അതുപോലെ കാസർഗോഡ്, പിന്നെ തലശ്ശേരി തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും അന്ന് ഗ്രൗണ്ടിലുള്ള
സൗകര്യങ്ങൾ ചെയ്തു. അക്കാഡമികൾ തുടങ്ങി. അക്കാഡമികൾ ജില്ലാ ലെവലിൽ തുടങ്ങി. ആ ജില്ലാ ലെവൽ അക്കാഡമികൾ ഇപ്പോൾ സ്റ്റേറ്റ് അക്കാഡമികളായിട്ട് വനിതാ അക്കാഡമി വയനാട്ടിലും അതുപോലെ മറ്റേ വേറൊരു അക്കാഡമി കോട്ടയത്തും എല്ലാമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ടാലൻസിനെ വളർത്തുവാൻ ഈ ഗ്രൗണ്ട് തീർച്ചയായും ഉപകാരപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ അഭിമാനത്തോടെ നമ്മൾ ഓർക്കുകയാണ്. തീർച്ചയായും ഈ വയനാട് അസോസിയേഷനിലുള്ള ഞാനും ജാഫറും അതുപോലെ നാസർ മച്ചാനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ആ കോമ്പിനേഷൻ വളരെ ദൃഢതയുള്ളതായിരുന്നു, ഇപ്പോഴുമാണ്. അതുകൊണ്ടാണ് ഈ ഗ്രൗണ്ടിലേക്ക് ഇന്റർനാഷണൽ സ്റ്റാർസൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. രാഹുൽ ദ്രാവിഡിന്റെ ഫേവറേറ്റ് ഗ്രൗണ്ടാണ്. അതുപോലെ വേൾഡ് കപ്പിലേക്കുള്ള അണ്ടർ-19 ടീം വന്നിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയെ ഈ ഗ്രൗണ്ട് കൊണ്ടാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. കേരള വനിതാ ടീമിലെ ഏകദേശം 8ഓളം കുട്ടികൾ സ്ഥിരമായി വയനാട്ടിലുള്ള കുട്ടികളാണ്. അതിൽ 4 പേരോളം ഇപ്പം ഇന്റർനാഷണൽ ലെവലിൽ അവരുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. അതുപോലെ ഇനിയും വരാൻ വനിതാ ടീമിൽ നിന്ന് കുട്ടികളിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അതുപോലെ നമ്മുടെ ബോയ്സും രഞ്ജി ലെവലിലും വൺഡേ ലെവലിലൊക്കെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതാണ് നമുക്ക് കിട്ടുന്ന സന്തോഷം. ഈ ഗ്രൗണ്ട് വന്നതിന് ശേഷം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കളികൾ പലതും വന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ മത്സരങ്ങളാണ് ഇവിടെ വന്നതെന്ന് ഒന്ന് വിശദീകരിക്കാമോ? അന്ന് വന്നവരിൽ ഇന്ന് ലോകപ്രശസ്തരായ ക്രിക്കറ്റ് കളിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറ്റി ഒന്ന് വിശദീകരിക്കുന്നത് നല്ലതാണ്. ഇന്റർനാഷണൽ ലെവലിൽ 2 മാച്ചുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇന്ത്യയെയും ഇംഗ്ലണ്ടേയും അതുപോലെ ഇന്ത്യയെയും സൗത്ത് ആഫ്രിക്കയെയും മാച്ചും നടന്നിട്ടുണ്ട്. അത് നമ്മളൊരു ക്വാളിഫൈഡ് മാച്ചായിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. ഇത് ഒരു നാച്ചുറൽ സ്റ്റേഡിയമാണ്. ഈ സ്റ്റേഡിയത്തിലാണ് ഇന്ന് കളിച്ച് ഇപ്പോൾ റിട്ടയർ ചെയ്ത സൗത്ത് ആഫ്രിക്കൻ ഡീകോക്ക്, സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ബഹൂമ, അതുപോലെ അവരുടെ ഫാസ്റ്റ് ബോളേഴ്സ് ഇപ്പോൾ കളിക്കുന്നവർ പലരും ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ശിഖർ ധവാൻ, പിന്നെ ബൗളറായ ഉമേഷ് തുടങ്ങിയവരെല്ലാം തന്നെ ഇവിടെ വന്ന് കളിച്ച് പിന്നെ നമ്മളുടെ തന്നെ ഗോൾഡൻ ബോയായ സഞ്ജു സാംസണെയും അതുപോലെ അവൻ്റെ ബ്രദർ സാലി സാംസണെയും ഈ ക്രിക്കറ്റിലേക്ക്, ഈ വയനാട്ടിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്ന കംപ്ലീറ്റ് നാസർ മച്ചാനാണ്. ഇന്നും സാലി നമ്മൾക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വയനാട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒത്തൊരുമയും കൂട്ടായ്മയാണ് ഇതിൻ്റെ ഒക്കെ വിജയത്തിൻ്റെ കാരണം എന്ന് എനിക്ക് പറയാൻ കഴിയും. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ പ്രശസ്തരായ മിന്നുമണി, ജോഷിത തുടങ്ങിയവരൊക്കെ ഈ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്നവരാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവരുടെ ആ പരിശീലന കാലഘട്ടങ്ങളും അവരുടെ ക്രിക്കറ്റിലുള്ള സമീപനവും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തുകയും ഭാവിയുടെ പ്രതീക്ഷകളായി വളരുകയും ചെയ്ത ആ സംഭവങ്ങളെപ്പറ്റി സാർ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഇവിടെ വനിതാ ടീമിൽ പ്രഗത്ഭരായ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. ആ കുട്ടികൾ നിരന്തരമായ അവരുടെ ആത്മാർത്ഥമായ സമർപ്പണവും ഈ അസോസിയേഷനിൽ അവർക്ക് കാരണം ബാക്കി എല്ലാ അസോസിയേഷനിലും കൊടുത്തെങ്കിലും നാസർ മച്ചാനൊക്കെ സ്വന്തം കുട്ടികളെ പോലെ തന്നെ നോക്കി അവരെ മുന്നോട്ട് കൊണ്ടുവന്ന കാരണമാണ് അവരുടെ ടാലൻറ്റ് അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞതും. അതുപോലെ ഇപ്പോൾ 4ഓളം കുട്ടികൾ നമ്മളുടെ ഇൻ്റർനാഷണൽ ലെവലിലെത്തി. ഇനി അതിൻ്റെ വാതിൽപ്പുറങ്ങളിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇത് അധികവും വരുന്നത് ഷാനവാസ് പറഞ്ഞ ഞങ്ങളുടെ ഒരു കോച്ച്, അവനാണ് ഇതിൻ്റെയൊക്കെ ടാർഗറ്റ് ഈ കുട്ടികളെയൊക്കെ കണ്ടുപിടിച്ച് പല ഗെയിംസിൽ നിന്നും മാറ്റി ഈ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നതും അതിൻ്റെ ക്രെഡിറ്റൊക്കെ അവനുമുണ്ട്. അതുപോലെ ഈ അസോസിയേഷൻ്റെ നാസർ മച്ചാനും ഉണ്ട്. അസോസിയേഷൻ്റെ ഭാരവാഹികൾ എല്ലാവരെയും ഒത്തിണക്കി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സക്സസ് ഈ ഗ്രൗണ്ട്. വയനാടൻ ക്രിക്കറ്റിൻ്റെ ബാസുര കാലങ്ങളിൽ അവിസ്മരണീയമായ പദചലനങ്ങൾ കൊണ്ട് ഒരു കർമ്മപദം തീർത്ത ഒരു മഹാനാണ് നമ്മുടെ കൂടെയുള്ളത്, ശ്രീ നാസർ മച്ചാൻ. അദ്ദേഹം വയനാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആരംഭകാലം മുതൽ ഈ കൃഷ്ണഗിരി ഗ്രൗണ്ട് നിർമ്മിക്കുന്ന കാലം മുതൽ അതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതിലുപരി ഇപ്പോൾ നടന്ന നമ്മളെല്ലാം രോമാഞ്ചഭരിതരാക്കിയ രഞ്ജി ട്രോഫി മത്സരത്തിൻ്റെ കേരളത്തിൻ്റെ ഫൈനലിലെത്തി നിർഭാഗ്യവശാൽ 2ാം സ്ഥാനത്തായി പോകേണ്ടി വന്ന, ഒരു മത്സരം പോലും തോൽക്കാതെ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ കേരള ക്രിക്കറ്റിൻ്റെ മാനേജറും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകളെ ഈ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൻ്റെ വികാസ പരിണാമങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. കത്തുവേ ചാനലിന് വേണ്ടി ശ്രീ നാസർ മച്ചാനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിലേക്കും നമുക്ക് ക്യാമറ തിരിക്കുക. 1992 ഞാൻ ഈ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയായി മാറുന്നത്. അത് വെച്ചാൽ 1982 ഈ ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകരിക്കുമ്പോൾ ഇതിൻ്റെ
പ്രഥമ സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ് ടി.ആർ. ബാലകൃഷ്ണൻ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദർ മുഹമ്മദ് ആസിഫ് ആയിരുന്നു ഇതിലെ ഒരു സെക്രട്ടറി. അപ്പോൾ ആ കാലത്തൊന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഈ അസോസിയേഷനിലേക്ക് പിന്നെ വന്നു. ആ ഒരു 82 മുതൽ 92 കാലയളവ് തന്നെ എൻ്റെയൊക്കെ ജീവിതമൊക്കെ തുടങ്ങുന്നത് എൻ്റെ കാലം അനുസരിച്ച് 1974 75 ഞാൻ ക്രിക്കറ്റ് കളിച്ചതായിട്ട് എനിക്ക് ഓർമ്മയിലുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു ക്രിക്കറ്റിലേക്കുള്ള എൻ്റെ വരവ്. അങ്ങനെ 82 രൂപീകരിച്ച ഒരു സ്വാമിയും ഞാനുമായിട്ടുള്ള ഒരു നല്ലൊരു അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു ബന്ധമാണ്. അങ്ങനെ പിന്നെ സെൻറ്റ് മേരീസ് കോളേജ് കേന്ദ്രീകരിച്ചിട്ട് ക്രിക്കറ്റുകളൊക്കെ നടക്കും. ക്രിക്കറ്റ് കളി കാണും. ഉള്ള സമയം മുഴുവൻ ക്രിക്കറ്റ് കളിക്കുക, ക്രിക്കറ്റ് കളി കാണുക, ക്രിക്കറ്റ് കേൾക്കലെന്നായിരുന്നു നമ്മുടെ ജീവിതം മുഴുവൻ തന്നെ. അപ്പോൾ അന്ന് സെൻറ്റ് മേരീസ് കോളേജിലൊക്കെ പോയി അവിടെ ലീഗ് മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റ് അടിക്കുക, അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുക, അമ്പയർ നിൽക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ ജോലി. അങ്ങനെ 1990 ആകുമ്പോഴത്തേന്ന് എൻ്റെ ജ്യേഷ്ഠൻ ഇതിൻ്റെ പിന്നെ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് മാറി ശ്രീ ഗോപകുമാർ ഇതിൻ്റെ ചാർജ് ഏറ്റെടുത്തു. ഗോപകുമാർ വന്നതോടുകൂടി പിന്നെ കുറേ കാലങ്ങൾ ഇവിടെ നല്ല ആക്ടിവിറ്റീസൊക്കെ നടന്നു. അതിൻ്റെ അണ്ടറിലും ഞാൻ കുറേ പ്രവർത്തിച്ചു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഗോപന് ജോലി കിട്ടിയിട്ട് മൈസൂരിലേക്ക് പോകേണ്ട വന്നതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ക്രിക്കറ്റ് ആക്ടിവിറ്റീസ് തൽക്കാലം നിന്നുപോയി. ഇവിടെ ലീഗ് മാച്ചസ് ഒന്നും നടന്നില്ല. അങ്ങനെ സ്വാമി എന്നെ കൈപിടിച്ചിട്ട് ആദ്യമായിട്ട് ക്രിക്കറ്റ് അസോസിയേഷൻ മീറ്റിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. അപ്പോൾ ആ പ്രഥമ മീറ്റിങ്ങിൽ തന്നെ എന്നെ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കുക. അതോടുകൂടി ഇന്നും ഞാനാണ് സെക്രട്ടറിയോട്. അപ്പോൾ ആ കാലയളവിൽ നമുക്ക് ഇത്രയും ദീർഘകാലം, ഇപ്പം ഞാൻ നോക്കിക്കാണുമ്പോൾ 33 വർഷമാണ് പുറകോട്ടെത്തിയ സെക്രട്ടറി ആയിട്ട്. അപ്പോൾ കാലഘട്ടത്തിൽ എപ്പോഴും നമ്മൾ ഓരോ ക്രിക്കറ്റ് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ സ്വാമി എപ്പോഴും പറയും നമുക്കൊരു 10 ഏക്കർ വാങ്ങിയിട്ട് നമുക്കിവിടെ ഒരു സ്റ്റേഡിയം പണിയണം. അതിങ്ങനെ മനസ്സിലുണ്ട്. അങ്ങനെ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ പൈസയൊക്കെ വന്നതൊക്കെ 1998 ശേഷം. അപ്പോൾ 2005 കൂടി പാലക്കാട് ഒരു സ്റ്റേഡിയം പിന്നെ ലീസ് എഗ്രിമെൻറ്റിൽ വാങ്ങി പണി തീർത്തു. പിന്നെ സ്വന്തമായി സ്ഥലം വാങ്ങിയിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിന്നെ സ്റ്റേഡിയം പണിയുക. അപ്പോൾ ആ സന്ദർഭം മുതലാക്കി ഒരു ദിവസം ഞാൻ ചെറുപ്പത്തിൽ തന്നെ 2000 മുതൽ എല്ലാ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വിവിധ കാറ്റഗറികളിൽ മാനേജറായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലുടനീളം ഞാൻ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഞാൻ കാണും. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെന്നൈയിലെത്തിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബിജു ജോർജ് എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസനെ കേരളത്തിൽ കൊണ്ടുവന്ന ആദ്യത്തെ കോച്ചാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ബിജു പറഞ്ഞു എന്നോട്, ഇപ്പോൾ നമുക്കിവിടെ ഒരു അക്കാഡമി ഉണ്ട് ഈ റോബിൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാക് അക്കാഡമി. അവിടെ ഞങ്ങൾ പോയി അത് നമ്മൾ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു, അതേപോലത്തെ ഒരു സംഭവം വയനാട്ടിൽ നിർമ്മിക്കുക. അങ്ങനെ ഞാനൊരു ദിവസം ട്രിവാൻഡ്രത്ത് SK നായർ പ്രസിഡൻ്റായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു 50 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു തന്നാൽ നമുക്കൊരു ക്രിക്കറ്റ് അക്കാഡമി അവിടെ പണിയായിരുന്നു. അപ്പോൾ എന്നാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓറലായിട്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അടുത്ത റൂമിൽ TC മാത്യു ഇരിക്കുന്നുണ്ട്. TC മാത്യുവിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ SK നായർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ പറഞ്ഞ് അത് നീ ഒരിക്കലും അങ്ങനത്തെ വെഡിത്തത്തിന് പോകരുത്, നീ എന്തായാലും 10 ഏക്കർ സ്ഥലം വാങ്ങി ഇവിടെ സ്റ്റേഡിയം പണിയും. ഈ കാര്യം ഞാനിവിടെ പിന്നെ സ്വാമി നമ്മൾ ടി.ആർ. ബാലകൃഷ്ണൻ വിളിക്കുക. സ്വാമിയോട് പറഞ്ഞു, നമ്മുടെ രണ്ടാളും അധ്വാനത്തിൻ്റെ ഫലമായി ഈ സ്ഥലം കണ്ടെത്തുന്ന ഞാനാണ്. അങ്ങനെ സ്വാമിനോട് ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് ഞങ്ങൾ താഴത്ത് വന്ന് നോക്കി, ഇങ്ങോട്ടൊന്നും കയറി വരാൻ പറ്റില്ല, അത് ഇങ്ങനെ വലിയ പിന്നെ ചെരിവാണിത്. അങ്ങനെ ഈ സ്ഥലം കണ്ട് ഞങ്ങൾ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ ഇത് അവതരിപ്പിക്കുക. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ SK നായരുമായിട്ട് വളരെ അടുത്ത ബന്ധം ടി.ആർ. ബാലകൃഷ്ണനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള സ്നേഹവും, ഞാൻ കുട്ടിയാണ്, ഞാൻ ചിരിച്ച് കളിച്ച് നിൽക്കും, എന്നോടുള്ള സ്നേഹവും, ഞങ്ങൾ രണ്ടാളും കൂടി ഒരു സുപ്രഭാതത്തിൽ ഒരു കിലോ പിന്നെ കുരുമുളകും ഒരു 2 കിലോ കാപ്പിപ്പൊടിയായിട്ട് നമ്മൾ പോയിട്ട് എല്ലാവരും വിചാരിച്ച് നമുക്ക് വാങ്ങിച്ച് തരില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിനെക്കാട്ടി മേലെ കണ്ട് സ്വാമീൻ്റെ കൂടെ ഞാൻ ചെന്ന് അയാൾക്കത് കൊടുത്ത് ആ സ്ഥലം വാങ്ങിച്ച് തരിക. അങ്ങനെയാണ് ഇത് പ്രാവർത്തികമാകുന്നത്. പിന്നീട് കാലഘട്ടങ്ങളൊക്കെ മാറി. അന്ന് ഇത് നിങ്ങളെങ്ങനെ ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാനത് പൊളിറ്റിക്സിലും തിളങ്ങി നിൽക്കുന്ന സമയമാണ്. ബത്തേരി കൗൺസിലറൊക്കെ ആയിരുന്നു ഞാൻ. ബത്തേരി 15 കൊല്ലം ഞാൻ 3 ഇലക്ഷനിൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 2ാമത്തെ ഇലക്ഷനിൽ ജയിച്ച് നിൽക്കുന്ന
സമയമാണ്. അപ്പോൾ ഈ ഒരു മണ്ഡലത്തിൽ ശ്രീ MP വീരേന്ദ്രകുമാർ MP-യും ശ്രീ ശ്രേയംസ് കുമാർ MLA ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ വികസന ഫണ്ടുകളൊക്കെ വികസിപ്പിക്കാനുള്ള ഫണ്ടുകൾ MP ഫണ്ടെന്നും MLA ഫണ്ടെന്നും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞാൻ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ എഴുതി കൊടുത്തു. എന്നിട്ടാണ് നമുക്ക് ഈ ഇത് കിട്ടുന്നത്. പിന്നീടെല്ലാം മറിഞ്ഞ് പിന്നെ TR ബാലകൃഷ്ണൻ ഇതിൻ്റെ അസോസിയേഷൻ പ്രസിഡൻ്റായി മാറുക. പിന്നെ നമ്മളെ കയ്യിൽ വന്നല്ലോ. അങ്ങനെയാണ് ഈ മനോഹരമായ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നമ്മൾ ആരംഭിച്ചത്. സ്ഥലം ഏകദേശം ഇത് ഒരു 9.42 ഏക്കറായിരുന്നു നമ്മൾ ആദ്യം. 9.42 ഏക്കർ നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്ത് 54 ലക്ഷത്തിന്. വളരെ ചീപ്പ് വില, 6.5 ലക്ഷം റുപ്യ ഒരു ഏക്കർക്ക് ഇവിടെ വന്ന് അത്. അപ്പോൾ അത് പിന്നെ അങ്ങനെ അത് 54 ലക്ഷം റുപ്യക്ക് അത് വാങ്ങി അതിൻ്റെ ടാക്സബിളൊക്കെ നമുക്ക് വേവ് ചെയ്ത് തന്നു. അങ്ങനെ 10 പിന്നീട് ഒരു ഏക്കറയും കൂടി, അങ്ങനെ 10 ഏക്കർ 32 സെൻറ്റ് സ്ഥലമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ അടുത്ത കാലത്ത് കേരള ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശോഭനമായ കുറേ സംഭവവികാസങ്ങൾ നടന്നതാണ്. കാരണം രഞ്ജി ട്രോഫിയിൽ നമ്മൾ ഫൈനലിലെത്തുക, നമ്മൾ 2ാം സ്ഥാനം നേടുക, ഒരു കളിയും തോൽക്കാതിരിക്കുക, നമുക്ക് മഹത്തരായ പ്രതിഭാധനരായ ഒത്തിരി കളിക്കാരുണ്ടാകുക. അതിനെപ്പറ്റി സാർ അതിൻ്റെ മാനേജറായിരുന്നല്ലോ. കുറേ കാലങ്ങളായിട്ട് ക്രിക്കറ്റ് ടീമിൻ്റെ മാനേജറായിട്ട് സാറ് ജോലി ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ആ അനുഭവങ്ങൾ കൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെച്ചാൽ സന്തോഷമായിരുന്നു. ഈ രഞ്ജി ട്രോഫിയുടെ മാനേജറായിട്ട് തുടർച്ചയായി 3ാമത്തെ വർഷമാണ് ഞാൻ പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ രഞ്ജി കിരീടം അണിയുക എന്നുള്ളത് ഏതൊരു അസോസിയേഷൻ്റെയും സ്വപ്നമാണ്. അപ്പോൾ ഏറ്റവും നമ്മൾ ഇന്ത്യൻ പ്ലെയേഴ്സിനുണ്ടാകുക അതിനും വലിയ ഈ രഞ്ജി ചാമ്പ്യന്മാരാകുക എന്ന് വെച്ചാൽ നമ്മൾ 75 വർഷമായി ഇവിടുത്തെ ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകൃതമായതിനു ശേഷം നമുക്കിതിനു മുമ്പേ സെമി ഫൈനലി ഈ സ്റ്റേഡിയത്തിൽ വെച്ച് നമ്മൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലോട്ടേക്ക് പോയിട്ടില്ല. ഈ വർഷം നമ്മൾ വലിയ ഗ്രൂപ്പിൽ നിന്നാണ് നമ്മളെ ഏറ്റവും ടോപ്പ് ഗ്രൂപ്പിലായിരുന്നു നമ്മൾ ഈ വർഷം എന്ന് വെച്ചാൽ കർണാടക, അതുപോലെ തന്നെ മധ്യപ്രദേശ്, ബംഗാൾ, ഹരിയാന, അതുപോലെ തന്നെ പഞ്ചാബ്, ഉത്തർപ്രദേശ് എല്ലാം അതൊക്കെ ടോപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ എല്ലാ ടീമിനെയും പരാജയപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്വാർട്ടറിലേക്ക് വരുന്നത്. ക്വാർട്ടറിൽ നല്ല മത്സരമായിരുന്നു. ക്വാർട്ടറിൽ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് മത്സരത്തിൽ ഹിമാചലിനെതിരെ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസം പകർന്നൊരു മത്സരമാണ്. ഇപ്പോഴത്തെ എല്ലാ 4-ഡേ ക്രിക്കറ്റും എടുത്ത് നോക്കിയാൽ മാക്സിമം 3 ഡേയിൽ കളി തീർന്നു. ഇപ്പം ക്ഷമയില്ല കുട്ടികൾക്ക്. അടിച്ചിട്ട് എല്ലാം T20യുടെ ഒരു കാലഘട്ടമായതുകൊണ്ട് അടിച്ചിട്ട് വേഗം ഔട്ടായി പോകും. 3 വർഷം എല്ലാ രഞ്ജി ട്രോഫി എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ മധ്യപ്രദേശുമായിട്ടുള്ള മത്സരം അവസാന ബോൾ വരെ ഡിഫെൻഡ് ചെയ്ത് നമ്മളത് ഡ്രോ ആക്കിയിട്ട് 3 പോയിന്റ് തന്നെ. അത് നമുക്ക് വലിയ ആത്മവിശ്വാസം പകർന്ന ഒരു മാച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ ജമ്മു കാശ്മീരിലായിട്ട് മത്സരിക്കും. ജമ്മു കാശ്മീരാണ് ഏറ്റവും നമ്മൾ മത്സരിച്ച ടീമുകളിൽ ഏറ്റവും പ്രഗത്ഭ ടീമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ജമ്മു കാശ്മീരാണ്. ഏറ്റവും നല്ല പേസ് അറ്റാക്ക് ആബിദ് നബി അവരൊക്കെ വെച്ചാൽ ഉഗ്രൻ ടോപ്പ് വിക്കറ്റ് ടേക്കറാണ് അവർക്ക്. ആ മത്സരത്തിലും ഏറ്റവും വലിയ നാടകീയ സംഭവം ഉണ്ടായത് 209 വിക്കറ്റ് പോയിട്ട് നഷ്ടപ്പെട്ട സമയത്ത് ലാസ്റ്റ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പിൽ നമ്മൾ 82 റൺസ് എടുക്കുക. അപ്പോൾ ഒരു 81 റൺസ് കൂട്ടിച്ചേർത്ത് 1 റൺസിന്റെ ലീഡ് നമുക്ക് കിട്ടുക. ആ 1 റൺസിന്റെ ലീഡിലാണ് നമ്മൾ സെമി ഫൈനൽ ചേരുന്നത്. പിന്നെ സെമി ഫൈനലിലും ഉഗ്ര മത്സരമായിരുന്നു. പഞ്ചാബിൽ ഗുജറാത്ത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്തുകാരുടെ ബ്ലഡിൽ ഈ ക്രിക്കറ്റ് ഉണ്ട്. അവർ തോറ്റൊന്നും തരില്ല. അവരെ ഹോം ഗ്രൗണ്ടിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അങ്ങനെ കളിച്ച് ആ മത്സരത്തിൽ നമ്മൾ 2 റൺസിൻ്റെ ലീഡ് ഫൈനലിലെത്താം. ചരിത്ര ഫൈനലിൽ നിർഭാഗ്യവശാൽ 30 റൺസിന് അകലെ വെച്ചിട്ട് നമുക്ക് അതിന് മോഹം പൊളിഞ്ഞു പോയി. പക്ഷെ അതിനൊക്കെ നമുക്ക് വലിയ ആത്മവിശ്വാസമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒട്ടനവധി പുത്തൻ താരങ്ങളുണ്ടായി. ഇപ്പോൾ സഞ്ജു സാംസൺ ആണ് നമ്മളെ ടീമിലുണ്ടായിരുന്ന ഐക്കൺ പ്ലെയർ. അദ്ദേഹം കളിക്കാതെയാണ് ഈ കേരളം ഇത്രയും വലിയ നേട്ടത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പുതിയ സഞ്ജു സാംസന്മാർ സൽമാൻ നിസാറിലൂടെയും മുഹമ്മദ് അസറുദ്ദീനിലൂടെയും നിതീഷ് MD ഇവരൊക്കെ ഉഗ്രൻ താരങ്ങളായിട്ട് നമ്മൾ എന്തായാലും തല ഉയർത്തിയിട്ടാണ് രഞ്ജി ട്രോഫിയുടെ റണ്ണർ-അപ്പ് ട്രോഫിയുമായിട്ട് ഇവിടെ എത്തിയത്. അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അകമഴിഞ്ഞ സപ്പോർട്ട്, പിന്നെ നമ്മുടെ കോച്ച് നല്ലൊരു ഹൃദയശുദ്ധിയുള്ളൊരു മനുഷ്യനാണ് നമ്മുടെ കോച്ച്. അദ്ദേഹത്തിൻ്റെ ഈ ക്രിക്കറ്റിനുള്ള പാഷൻ നമ്മളെല്ലാവരും ഒത്തുചേരുമ്പോൾ, നല്ല മനസ്സുള്ള കുറേ ആളുകൾ ഒത്തുചേരുമ്പോൾ ഉണ്ടായ ഒരു വിജയമാണ്. ഈ കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ അവിസ്മരണീയമായ ഒരു സംഭവം ഉണ്ടായി. സാധാരണ കളികളിൽ നടക്കാത്ത സംഭവമാണ്. അതായത് ഹെൽമെറ്റിൽ തട്ടി പോയി ക്യാച്ച് ആകുന്ന ഒരവസ്ഥ. ആ സംഭവം സാറ് നേരിൽ കണ്ട ആളാണല്ലോ. ആ സംഭവത്തെ പറ്റി
ഒന്ന് അനുഭവം ഒന്ന് പറയാം. ആ മത്സരം തന്നെ നമ്മൾ 457 റൺസിന് ഓൾ ഔട്ട് ആകുക. നമ്മളത് ടാർഗറ്റ് ഇട്ട് 500+ ആണ്. പക്ഷെ അതിന് മുന്നോടി നമ്മൾ ഓൾ ഔട്ടായിപ്പോയി. അപ്പോൾ തന്നെ പിന്നെ അത് നമ്മൾ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച സ്കോർ ആയിരുന്നു 457. അത് അവസാനിച്ചപ്പോൾ തന്നെ ഞാൻ പിന്നെ കോച്ച് ഒരു വെപ്രാളുണ്ട് കോച്ചിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ. അയാൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് എന്താണ് കോച്ച് ഇങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ലാത്തതെന്നാണ്. കളി തുടങ്ങി. പിന്നെ ആദ്യത്തെ ദിവസം അവർ പിന്നെ അൺബീറ്റൻ 2 വിക്കറ്റ് അവർക്ക് പോയുള്ളൂ. 2 വിക്കറ്റ് അവർ പോയുള്ളൂ. 235 റൺസ് എടുത്ത്. പിന്നെയും 457ലേക്ക് 235 റൺസ് വേണം. ആദ്യം 224 റൺസ് എന്തോ ആണ്. 235 പിറ്റേ ദിവസം വേണം. അത് കളിച്ച് ലാസ്റ്റ് കളി അവസാനിക്കുമ്പോൾ 28 റൺസിനകലെ അവരുടെ പിന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ്. 5-ാമത്തെ ദിവസത്തിലേക്ക് കളി നീണ്ട് 3 വിക്കറ്റും നമ്മളെ കയ്യിലുണ്ട്. അന്ന് കോച്ച് വളരെ വെപ്രാളമാണ്. അന്നത്തെ ടീം മീറ്റിങ്ങിൽ കോച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അന്നത്തെ ടീം മീറ്റിങ്ങിൽ ഞാനും നമ്മുടെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ പ്രശാന്തുമാണ് സംസാരിച്ചത് കുട്ടികളോട്. കുട്ടികൾക്ക് നല്ല പിന്നെ ഒരു പ്രൊമോട്ട് ചെയ്തു, നന്നായി ആത്മവിശ്വാസം പകർന്നു കൊടുത്തു. നമ്മൾ എന്തായാലും ഞാൻ എൻ്റെ വായിന്ന് പറഞ്ഞിട്ടുണ്ട് 2 റണ്ണ് ജയിക്കുന്നു തലേന്ന്. സത്യം അത്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ രാവിലെ സർവേത്തൻ്റെ കയ്യിൽ നമുക്ക് 3 വിക്കറ്റ് എടുത്തിട്ട് വിജയം. അതിൽ ലാസ്റ്റ് ഞാനും 2 റണ്ണിൻ്റെ അകലെ വെച്ച് ഞാനും കളി വിട്ട് ഞാനിങ്ങനെ തല താത്തിയിരിക്കുക. പെട്ടെന്നാണ് ഇത് സംഭവിക്കുന്നത്. ഹെൽമെറ്റ് തട്ടി അത് തെറിച്ച് സച്ചിൻ ബേബീൻ്റെ ക്യാച്ചായി മാറി. അത് ഞാൻ കണ്ടില്ല, ഞാൻ കണ്ണടച്ചിരിക്കുക. പിന്നെ ആഹ്ലാദമാണ് അവിടെ. പിന്നെ അപ്പോൾ സൽമാൻ നിസാർ വരുന്നു. എന്താ അവിടെ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. സൽമാൻ നിസാറിന് കുറേ ആളുകൾ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവനവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഫോണൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സൽമാൻ നിസാറിനെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ആ ഹോസ്പിറ്റലിൽ വെച്ച് സൽമാൻ നിസാർ എന്നോട് പറയുമ്പോൾ ഇത് ആ ഹെൽമെറ്റ് തട്ടിയിട്ടാണ് ഈ ക്യാച്ച് വന്നിരിക്കുന്നത്. എനിക്ക് ആ വിവരം അറിയുന്നത്. അതിൻ്റെ ഇടയിൽ എല്ലാ TV-ക്കും ഞാൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. മാതൃഭൂമിയിൽ നിന്നും മനോരമയിൽ നിന്നൊക്കെ ലൈവ് എന്നോട് പറഞ്ഞു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടില്ല ഹെൽമെറ്റ്. അപ്പം ആകെ അറിയില്ല. അതാണ് അത് വെച്ചാൽ ആ ഒരു നിമിഷം ഭയങ്കര ഒരു നിമിഷം. അവന് എന്തിനാ ആ ഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പ്ലെയറെ പേര് എൻ്റെ വായിലുണ്ട്, അത് ഓർമ്മയില്ല. വെറുതെ അതിൻ്റെ ആവശ്യമില്ല. വെറുതെ ഒരു സിംഗിൾ എടുത്താൽ മതി. അതോടുകൂടി ഞാൻ നോക്കുമ്പോൾ എന്താ അറിയോ, ഈ ഗുജറാത്തിൻ്റെ ഡക്കൗട്ടിൽ മരണ വീട് പോലെ ആയിപ്പോയി. ഒറ്റൊരാളും ഇല്ല, എല്ലാവരും ഉള്ളിൽ കയറി. ഗുജറാത്തുകൾക്ക് അവിടെ തൂക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സംഭവിക്കാൻ പറ്റില്ല. ഇപ്പം മൂന്നാമത്തെ തോൽവിയാണ് അവർക്ക്. അവർ കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പ് ഫൈനലിന് ഇന്ത്യ തോറ്റല്ലോ. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം ഗുജറാത്ത് ടൈറ്റൻസ് അവിടെ പിന്നെ ഫൈനലിൽ അവർ ജയിക്കുമെന്നുള്ള അവസരത്തിൽ അവർ തോൽപ്പിയില്ല. അതിനെക്കാട്ടും വലിയ ഇമ്പോർട്ടൻ്റ് ആയി രഞ്ജി ട്രോഫി ഗുജറാത്ത് ഇവിടുന്ന് പരാജയപ്പെട്ടതിന് ശേഷം രണ്ടാമതായി സെമി ഫൈനലിൽ എത്തുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഈ രഞ്ജി ട്രോഫി മത്സരം വളരെ വിലയേറിയ മത്സരമായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലാണ്. വയനാട് ജില്ലയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഡിയം ഇന്ത്യയിൽ വളരെ മനോഹരമായി അറിയപ്പെടുന്നൊരു സ്റ്റേഡിയമാണ്. ഈ സ്റ്റേഡിയത്തിൽ 11 പിച്ചുകളാണുള്ളത്. ഈ 11 പിച്ചുകൾ സംരക്ഷിക്കുന്നതും അതിൻ്റെ ക്യൂറേറ്ററാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ സ്റ്റേഡിയവും ഈ പിച്ചും ഈ പ്രദേശങ്ങളെല്ലാം സംരക്ഷിക്കുന്ന ആ മഹത് വ്യക്തി, അദ്ദേഹത്തിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ മറുപടിക്കായി കാതോർക്കാം. നമസ്കാരം. പേരെന്താവുന്നു? എൻ്റെ പേര് റാഫി. ഞാൻ ബത്തേരിയാണ് വീട്. ഞാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിൽ വയനാട്ടിൽ ഇവിടെ ക്യൂറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ എത്ര വർഷമായി ജോലിയിലായിട്ട്? ഇപ്പോൾ ഞാൻ ഈ ഗ്രൗണ്ടിലായിട്ട് 14 വർഷം. 14 വർഷമായി. മൊത്തം 18 വർഷമായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനു മുൻപ് വേറെ എവിടെയെങ്കിലും ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്നു? കോഴിക്കോട്, ഇപ്പോൾ പിന്നെ തൊടുപുഴ 2 ഗ്രൗണ്ടുണ്ട് KCAൻ്റെ. കോഴിക്കോട് അങ്ങനെ മറ്റ് ഗ്രൗണ്ടുകളിലൊക്കെ ആയിട്ട് കേരളത്തിൽ ഒരു ഗ്രൗണ്ടുകളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 11 പിച്ചുണ്ട്. അതിൽ 5 പിച്ച് വടകര ക്ലേയിൽ നിർമ്മിച്ച പിച്ചാണ്. വടകര ക്ലേ. പിന്നെ അതിന് പുറമെ ചാമ്പ്രായി നഗർ, അതായത് കർണാടകയിൽ നിന്നുള്ള ഒരു ക്ലേകളുള്ള വിക്കറ്റുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ റെഡർത്തിൽ ഇത് മിക്സ് വടകരയും റെഡ് സോയിൽ മിക്സ് ആയിട്ടുള്ള 4 വിക്കറ്റ് അങ്ങനെ ഉണ്ട്. മൊത്തം 11 വിക്കറ്റാണ്. 11 വിക്കറ്റുകൾ. പിന്നെ ഔട്ട്ഫീൽഡ് 70 യാർഡ് ഇന്റർനാഷണൽ ലെവലിലുള്ള 70 യാർഡ് ഗ്രൗണ്ട് ഔട്ട്ഫീൽഡ് ഉണ്ട്. ഇതിൽ വെള്ളമൊഴിഞ്ഞ് മഴ പെയ്താൽ വെള്ളമൊഴിഞ്ഞ് പോകാനുള്ള സംവിധാനം, ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്, സ്പ്രിംഗ്ലർ സിസ്റ്റം ഉണ്ട്. പിന്നെ അതിന് പുറമെ സൂപ്പർ സോപ്പർ അങ്ങനെയുള്ള എല്ലാ ഇതും ഉണ്ട്. പെട്ടെന്ന് കളി നടത്താനുള്ള എല്ലാ സജ്ജീകരണവും ഉണ്ട് ഇവിടെ.
ഡേ ആൻഡ് നൈറ്റിൽ കളി നടത്താനുള്ള ഡേനായിട്ട് ഇപ്പോൾ നമുക്ക് ടവർ ഒക്കെ വന്നിട്ടുണ്ട്. KCAന്റെ ഇതിൽ ഇപ്പോൾ പുതിയ ലൈറ്റ് പാസ്സായിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് റെഡി ആവുമെന്നാണ് പ്രതീക്ഷ. ഓക്കെ. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ നൈറ്റും കൂടി കളി വരും. അല്ലാണ്ട് ടെമ്പററി ആയിട്ട് ഇവിടെ ലൈറ്റിൽ കളി നടക്കാറുണ്ട്. അപൂർവമായിട്ട് കൊല്ലത്തിൽ 1-2 മാച്ചൊക്കെ അങ്ങനെ നടക്കാറുണ്ട്. എന്തായാലും മനോഹരമായ ചാരുതയാർന്ന ഒരു പ്രദേശം. ആ പ്രദേശത്ത് ഇത്രയും മനോഹരമായ ഈ സ്റ്റേഡിയം സംരക്ഷിക്കുകയും 11ഓളം പിച്ചുകൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന താങ്കളെ ബഹുമാനിച്ചേ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു ചോദ്യം കൂടെ, ഇവിടെ ലോകപ്രശസ്തരായ കളിക്കാർ പലരും വന്നതായിട്ട് കേട്ടിട്ടുണ്ട്, ഇന്ത്യൻ കളിക്കാർ പലരും വന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ വയനാട്ടിലെ മികച്ച താരങ്ങൾ കളിച്ചു വളർന്ന സ്റ്റേഡിയമാണ് ഇതെന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. ഇവിടെ നമുക്ക് ആദ്യം ഒരു ഇന്ത്യ A ടീമിൻ്റെ മത്സരം വരുന്നത് രാഹുൽ ദ്രാവിഡ് അന്ന് സൗത്ത് ആഫ്രിക്ക A ടീമും ഇന്ത്യ A ടീമും ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. അത് ഒരു 4 ഡേ മാച്ചായിരുന്നു. അത് 2 മാച്ച് ഇവിടെ നടന്നിട്ടുണ്ട്. അതിനുശേഷം രാഹുൽ ദ്രാവിഡ് തന്നെ വീണ്ടും വന്നു ഇംഗ്ലണ്ട് ടീമായിട്ട്. അവരൊരു മാച്ച് നടന്നിട്ടുണ്ട്. പിന്നെ രഞ്ജി ട്രോഫി മാച്ചസ് കേരള ടീമിൻ്റെ ഒരുപാട് മാച്ച് നടന്നിട്ടുണ്ട്. അതിന് പുറമെ ന്യൂട്രൽ വെന്യൂ വന്നപ്പോൾ കേരളത്തിൻ്റെ മാച്ച് അല്ലാണ്ട് പുറത്തത്തെ ടീമുകളിലിപ്പോൾ പിന്നെ ഒരുപാട് ടീം, ഡൽഹി, ജാർഖണ്ഡ്, അതുപോലെ രാജസ്ഥാൻ, അവരെല്ലാവരും വന്ന് കളിച്ചിട്ടുണ്ട്. പോണ്ടിച്ചേരിത്തെ ടീം അങ്ങനെ വന്നിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ കേരള ടീമിൻ്റെ ഒട്ടുമിക്ക ക്യാമ്പുകൾ ഇവിടെയാണ് നടക്കുന്നത്. മാച്ചസ് പുറത്താണെങ്കിൽ പോലും ക്യാമ്പുകൾ ഇപ്പം ഈ ആഴ്ച ഇപ്പോൾ ഇവിടെ ക്യാമ്പ് തുടങ്ങാൻ പോവാണ്. പുതിയ കോച്ചിൻ്റെ ഈ പുതിയ സീസണിലേക്കുള്ള പുതിയ ക്യാമ്പ് തുടങ്ങാൻ പോവാണ്. പിന്നെ അതുപോലെ അക്കാഡമി, ഇവിടെ ഒരു അക്കാഡമി പ്രവർത്തിക്കുന്നുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ. അതിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പോൾ കേരള ടീം കളിക്കുന്നുണ്ട്, ഇന്ത്യൻ ടീമിൽ എത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ നല്ലൊരു ഇതാണ് ഇവിടെ മൊത്തത്തിൽ. കേരളത്തിൻ്റെ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റിൽ തന്നെ ഈ സ്റ്റേഡിയം നിർവഹിച്ചിരുന്ന പങ്ക് വളരെ വലുതാണ്. മിന്നുമണി മറ്റു തുടങ്ങിയ താരങ്ങളൊക്കെ ഇവിടെ കളിച്ചു വളർന്നവർ വയനാടിൻ്റെ താരങ്ങളാണ്. പ്രത്യേകിച്ച് ഈ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൻ്റെ താരങ്ങളാണ്. അതിൻ്റെ അനുഭവങ്ങളെ പറ്റി ഒന്ന് താങ്കൾക്ക് പറയാം. അവരിവിടെ ഒരു ഏകദേശം 10 വർഷത്തോളം ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് എല്ലാവരും. മിന്നുമണി, സജിന, ജോഷിത ഇവിടെ അക്കാഡമി തന്നെ 8-9 വർഷമായിട്ടാണ്. അപ്പോൾ അവർ ഇത്രയും കാലം അവർ പെട്ടെന്നൊന്നും ഇന്ത്യൻ ടീമിൽ എത്തിയതല്ല. ഒരുപാട് പ്രയത്നിച്ച് ഈ ഗ്രൗണ്ടിൽ കളിച്ചിട്ടും പല കേരള ക്രിക്കറ്റ് ടീമിന് പല കാറ്റഗറിയിലും കളിച്ചിട്ടാണ് അവരെത്തിയത്. പല ഗ്രൗണ്ടുകളിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിൽ അവർ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ചിലവഴിച്ചിട്ടുണ്ട്. അതിന് പുറമെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും, ഇപ്പോൾ ആലപ്പുഴ, തിരുവനന്തപുരം, പിന്നെ പെരിന്തൽമണ്ണ, തലശ്ശേരി എന്ന സ്ഥലത്തുള്ള അവർ പ്രാക്ടീസിന് മാച്ചസും എല്ലായിട്ട് അവർ കളിക്കുന്നുണ്ട്. പോരാമത്തേന്ന് അവരൊരു ഹോം സ്ഥലം ആയതുകൊണ്ട് കൂടുതൽ ഇവിടെ ചിലവഴിക്കും. ഓഫ് സീസണിൽ കൂടുതൽ ചിലവഴിക്കും. അപ്പോൾ അങ്ങനെ ക്രിക്കറ്റിൽ നല്ല എഫേർട്ട് എടുത്തിട്ട് കൊണ്ടാണ് അവരവിടെ എത്തിയത്. ഇനിയും കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, അവരിനിയും പൊങ്ങി വരുന്നതാണ് പ്രതീക്ഷ. ഓക്കെ. ഇത് ഫാസ്റ്റിനെ തുണയ്ക്കുന്നതാണോ അതോ സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചുകളാണോ? പൊതുവെ സീമേഴ്സിന് ഹെൽപ്പ് കിട്ടുന്ന വിക്കറ്റാണ്. പിന്നെ ബാറ്റിംഗ് ട്രാക്ക് എളുപ്പമാണ്. സ്പിന്നേഴ്സിന് അത് നമ്മൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കുന്നതാണ്. ഇവിടെ കൂടുതലായിട്ട് സീമേഴ്സിന് ഹെൽപ്പ് കിട്ടും രാവിലെ. പിന്നെ ബാറ്റിംഗ് കിട്ടും. അതുപോലെ പൊതുവെ സീമേഴ്സിനാണ് ഹെൽപ്പ്. മഞ്ഞ് വീഴുന്നതിനനുസരിച്ച് ഇവിടുത്തെ വെതർ കണ്ടീഷൻ അങ്ങനെയാണ്. ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളിവിടെ പൊതുവെ സീമേഴ്സിന് ഇപ്പം തന്നെ ഫുൾ ഗ്രീനാണ് വെച്ചിട്ട്. ഇപ്പോൾ ഇപ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നത് ഫുൾ ഗ്രീൻ തന്നെ. പൊതുവെ ഗ്രീൻ ഒഴിവായിട്ടാണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഡിഫറെൻ്റ് ആയിട്ട് ഫുൾ ഗ്രീൻ തന്നെയാണ് അവർ ഫുൾ പ്രാക്ടീസും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇഞ്ചുറി ഒന്നും നടക്കാൻ സാധ്യതയില്ല. കാരണം നല്ല ലോകപ്രശസ്തരായ കളിക്കാരെങ്കിലും ഇവിടെ KL രാഹുൽ, ഗൗതം ഗംഭീർ, പിന്നെ ശിഖർ ധവാൻ, പിന്നെ അങ്ങനെ ഒട്ടുമിക്ക ഷാദുൽ താക്കൂർ, ഷഹബാസ് നദീം, അപ്പോൾ പിന്നെ രഞ്ജി ട്രോഫി പ്ലേയേഴ്സ് ഒരുപാട് കളിച്ചിട്ടുണ്ട്. കൃഷ്ണഗിരിയിലെ ഈ മനോഹരമായ സ്റ്റേഡിയം സംരക്ഷിക്കുന്ന റാഫിയോടൊത്ത് കുറേ നിമിഷങ്ങൾ ഞങ്ങൾക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞാലും ഈ സ്റ്റേഡിയത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ റാഫിയോട് നന്ദി പറയും. താങ്ക് യു. നമുക്ക് പവലിനെ ഒന്ന് കാണാം.
ഐഗാർ. ഞാൻ KCI അക്കാഡമിയിലാണ്. ഞാൻ കോഴിക്കോടാണ് വീട്. ഞാൻ 10th ആണ്. ഇവിടെ ഞാൻ ഫസ്റ്റ് ഇയർ. ഹയ. എവിടെ വീട്? കോഴിക്കോട്. കോഴിക്കോട്. എല്ലാവരും കോഴിക്കോട്ടുകാരാണോ? എല്ലാം 3 പേര്. മെയിനായിട്ട് ബോളിംഗ് ആണ്. ഞാൻ റിതു രാകേഷ്. വയനാട്. വയനാട് എവിടെ? വയനാട് പനവരം. എൻ്റെ പേര് നീയ. എൻ്റെ വീട് മാനന്തവാടി. ഞാൻ 10th പഠിക്കുന്നത്. ഫസ്റ്റ് ഇയർ ആണ് ഇവിടെ. എൻ്റെ പേര് അൻഷ ഷെറീൻ. ഞാൻ വയനാട്ടിലാണ്. +1 പഠിക്കുന്നു. എൻ്റെ പേര് അൽസാറോസ് മോണിക്ക. എൻ്റെ വീട് ബത്തേരി. ഞാൻ 8th പഠിക്കുന്നു. എൻ്റെ പേര് അൻവിത. ഞാൻ കാസർഗോഡിലാണ് ഉള്ളത്. ഞാൻ +1 പഠിക്കുന്നു. എൻ്റെ പേര് വൈഗ. ഞാൻ വയനാട്ടിൽ തന്നെയാണ്. ഞാൻ 7 പഠിക്കുന്നു. നമ്മൾ ഈ സ്റ്റേഡിയം ഒക്കെ എങ്ങനെയുണ്ട്? പരിശീലനമൊക്കെ? നല്ല പരിശീലനം. ആരാ നിങ്ങളുടെ കോച്ച്? ജിനീമിസും ജസ്റ്റിൻ സാർ. 2 പേരുണ്ട്. എത്ര മണിക്കാണ് നിങ്ങൾ എഴുന്നേൽക്കുക രാവിലെ? രാവിലെ ഇപ്പം എക്സാം ആയതുകൊണ്ട് സാധാരണ ഒരു നോർമൽ പരിശീലന സമയമാണെങ്കിലോ? 6 മണി. 6 മണിക്ക് നിങ്ങൾ ഗ്രൗണ്ടിലുണ്ടാവും. 6:30 ഗ്രൗണ്ട്. 6:30 ഗ്രൗണ്ട്. എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക ഒരു ദിവസം? രാവിലെ 2 മണിക്കൂർ അങ്ങനെ. വൈകുന്നേരം 2. വൈകുന്നേരം 4 to 6. വൈകുന്നേരം 4 മുതൽ 6. സ്കൂളിൽ ഇവിടെ തന്നെ ഉണ്ടോ കുട്ടികളെ, അതോ നിങ്ങൾ അതാത് സ്കൂളിലേക്ക് പോകും? ഞങ്ങൾ കുറേ ആൾക്കാർ മീനങ്ങാടിയാണ്, പിന്നെ കുറച്ച് ആൾക്കാർ നടവേലാണ്. അപ്പോൾ ഈ കോഴിക്കോട് പഠിക്കുന്നവരൊക്കെ എന്താ ഇവിടെ അല്ല, ഞങ്ങൾ നടവേൽ സ്കൂൾ. ഇവിടെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ എങ്ങനെ? ജിമ്മൊക്കെ അടിപൊളിയാണ്. ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണം.